മുളക് ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കിയാൽ രുചി തന്നെയല്ല, എളുപ്പമാണ്, ഗുണകരമാണ്. ഇഡലി, ദോശ, ചോറ് എന്നിവയുടെ മാത്രമല്ല, എല്ലാ മെയിൻ ഡിഷിൻ്റെ കൂടെയും ഈ ചട്നി അടിപൊളിയാണ്. ചമ്മന്തികൾ പലതരമുണ്ട്. എന്നാൽ തേങ്ങ ചേർക്കാത്ത മുളക് ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ രുചിയേറും മുളക് ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മൾ ചേരുവകളൊക്കെ റെഡിയാക്കി വെക്കുക. 6-7 മുളക് എടുത്തിട്ടുണ്ട്. കൂടുതൽ എരിവ് താല്പര്യമുള്ളവർക്ക് കൂടുതൽ മുളക് എടുക്കാം. അതുപോലെ ഒരു തക്കാളി, 10-12 ചുവന്നുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനിയും ഒരു പാനിൽ 1/2 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വറ്റൽ മുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, 2 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇടുക. വെളുത്തുള്ളി താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം. കൂടെ ലേശം വാളൻ പുളിയും. പുളി കുറവ് വേണ്ടവർക്ക് തക്കാളി മാത്രം ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് 1/2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. 1/2 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കണം. ഇപ്പോഴെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇടുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പുകൂടെ ചേർത്തിട്ട് നല്ലവണ്ണം അരച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനിയും ചൂടായ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ചേർക്കുക. ഉഴുന്നുപരിപ്പ് മസ്റ്റായിട്ട് ചേർക്കണം. ഒരു ചുവന്നുള്ളി അരിഞ്ഞതും. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടതിന് ശേഷം അരച്ചു വച്ചിരിക്കുന്ന മുളക് ചട്നി ഇതിലേക്ക് ഇടുക. വീണ്ടും നന്നായി ഇളക്കുക. 1/2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. രുചിയേറും മുളക് ചമ്മന്തി തയ്യാറായി. എല്ലാ മെയിൻ ഡിഷിൻ്റെ കൂടെയും ചേർന്ന് പോകുന്ന ഈ ചട്നിക്ക് ഒരു പ്രത്യേക രുചിയാണ്. ഈ ചട്നി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ